നല്ലൊരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. നാട്ടിലാകുമ്പോൾ വീട്ടിലൊക്കെ ചക്ക ഉള്ളതുകൊണ്ട് ഉപ്പേരിയൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. എന്തായാലും എനിക്കിതങ്ങനെ കട്ട് ചെയ്യാനുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. വീട്ടിലാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. ചക്ക കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പശയാണ് നമ്മളെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പിടിച്ചിട്ടാണ് കല്ലൂസിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കത്തിയിലും കയ്യിലൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കത്തിയുടെ മുകളിലൊക്കെ നിറയെ അതിൻ്റെ ആ ഒരു പശയായിട്ടുണ്ട്. പക്ഷേ കത്തിയുടെ മുകളിൽ നമുക്ക് എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് ഗ്യാസ് ചൂടാക്കിയിട്ട് ആ തീയിലിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുകി വരും. അതൊരു തുണി വെച്ചിട്ട് എന്തിട്ടേലും തുടച്ചെടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും. എന്തായാലും കൈ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ തന്നില്ല, ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കൊണ്ട് ആകെ അഭിഷേകമായിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ട് അങ്ങനെയൊക്കെ വെട്ടി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പശ ഉണ്ടാവുള്ളൂ. അതൊരു പേപ്പർ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നാട്ടിലാകുമ്പോഴൊക്കെ അച്ഛനൊക്കെ ഈ ചകിരിയുടെ ചകിരിപ്പൂന്തൽ എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ടൊക്കെയാണ് അത് എടുക്കാറ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ തൊലിയൊക്കെ നന്നായിട്ട് കളയാം. ഈ ചക്കപ്പേരി കഴിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ പുറകിൽ പണിയെടുക്കണം കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയാറില്ല. അപ്പോൾ സ്വയം ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനല്ല പണി, അതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പണി. അപ്പോൾ ഇത് നന്നായി കഴുകിയെടുക്കാം. ഇനി കഴുകിയെടുത്തിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇത് ശരിക്കും ഇങ്ങനെ കൊത്തി 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 അരിയണതാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കര സ്പീഡിൽ ചെയ്യണതാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സാധാ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ അറിയാത്തവർ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മളതൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടുള്ളൂ. ഉപ്പും വെള്ളം മാത്രം ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. മൊത്തത്തിലൊന്ന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം മാത്രം മതി. കല്ലൂസ് കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളാണ് അവൾക്ക് കൊടുക്കാറ്. അപ്പോൾ വെളുത്തുള്ളി നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ അതിൻ്റെ മുകളിൽ അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ ഭയങ്കര വാശിയാണ് അവൾക്ക്. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാലാണ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നടക്കുള്ളൂ. ഞാനൊഴിച്ച വെള്ളം തന്നെ കുറച്ച് കൂടിപ്പോയി. ഇനി അത് നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ആവി കളയാതെ വെച്ചു. കുക്കർ തുറന്നിട്ട് ഞാൻ നന്നായി ഒന്ന് ഉടച്ചെടുത്തു. അതിനുശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും ഒന്ന് ചതച്ചെടുത്തത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഷാനുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ മഴയത്ത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി. അവനും വന്നിട്ട് പിന്നെ ഞങ്ങൾ ചക്കപ്പേരിയും ചോറും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്ക് ചക്കപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.